വന്യജീവി നിയമം കൊണ്ടുവന്ന് 72-ലാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ്. അതിൽ പിന്നീട് മാറ്റം വരുത്തുകയുണ്ടായി. മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ കർഷകരെയും സാധാരണക്കാരെയും ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന വന്യജീവി എന്നുള്ളത് ക്ഷുദ്രജീവിയായിട്ടുള്ള പന്നിയാണ്. അത് ഷെഡ്യൂൾ 1-ലോ 2-ലോ പെടുന്നതല്ല. പന്നിയെ വെടിവെക്കാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കേണ്ടതുണ്ട്. രാജ്യത്ത് വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വലിയ രീതിയിലുള്ള ഫണ്ടുകൾ വരുന്നുണ്ട്. ഈ നിലമ്പൂരിലെ എല്ലാ വനമേഖലയുടെ സൈഡിലും ട്രൈബൽ കമ്മ്യൂണിറ്റി താമസിക്കുന്നുണ്ട്. ട്രൈബൽ മേഖലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന വലിയ ഫണ്ടുണ്ട്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് അതിർത്തികളിൽ കൃത്യമായി വേലി കെട്ടുകയും അതിന് സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ഇതിന് ഒന്നുമല്ല എന്ന് പറയൂ. നിലമ്പൂർക്കാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വർഷാവർഷം കോടിക്കണക്കിന് രൂപയുടെ തേക്ക് മരങ്ങൾ നിലമ്പൂരിൽ നിന്ന് മുറിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ വരുമാനവും എടുക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. തേക്ക് ഞങ്ങൾ മുറിക്കാം, പണം ഞങ്ങൾ എടുക്കാം, പന്നിയെ നിങ്ങൾ പിടിക്കണം, കേന്ദ്ര സർക്കാർ വരണം. ഈ നിലപാടാണ് സ്വീകരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ വന്യജീവി ആക്രമണത്തിൽ നമ്മൾ പറയുന്ന പുലിയും കടുവ അല്ലെങ്കിൽ ആന പോലുള്ള ഈ ആനയുടെയും കടുവയുടെയും പുലിയുടെയും ആക്രമണമല്ല കർഷകരെ യഥാർത്ഥത്തിൽ പ്രയാസപ്പെടുന്നത്. അതിന് നിയമമുണ്ട്. ഇനി ആ ഷെഡ്യൂളിൽ പെടുന്ന ജനജീവിതത്തിന് പ്രയാസകരമാകുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ നരേന്ദ്രമോദി അല്ല വരണ്ടേ. അതിന് ആക്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ്. അത് പാലക്കാടാണ്. ഒരു കാര്യം കൂടി, പാലക്കാടാണ്. ഇനി അതല്ല, ഇടതുപക്ഷത്തിന് ഇവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. വനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും കേന്ദ്രം നോക്കണം. എല്ലാ കാര്യങ്ങളും വനവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും റെയിൽവേ പോലെ കേന്ദ്രം നോക്കണം എന്നാണെങ്കിൽ ഞങ്ങൾക്ക് തന്നാൽ മതി.